ശ്രീ സായിറാം. നമുക്കിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം മോണിറ്ററി പോളിസിയെ പരിചയപ്പെടാം. പണത്തിൻ്റെ ലഭ്യത, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയമാണ് പണനയം. ഇതിലൂടെ റിസർവ് ബാങ്ക് പണത്തിൻ്റെ അളവും ബാങ്കുകളുടെ വായ്പയുടെ അളവും നിയന്ത്രിക്കുന്നു. പണനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വില സ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിങ്ങനെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയത്തിലെ ആദ്യത്തെ ഉപകരണമാണ് ബാങ്ക് റേറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിനുള്ള ശേഷി കുറയുന്നു. പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നത് മൂലം വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാൻ കഴിയും. അതിലൂടെ പണച്ചുരുക്കം ഒഴിവാകും. ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ കരുതൽ ധന അനുപാതം. എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കണം. ഇതാണ് കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നറിയപ്പെടുന്നത്. ബാങ്കുകളുടെ വായ്പ നൽകുന്നതിനുള്ള ശേഷി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര ബാങ്ക് കരുതൽ അനുപാതത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താറുണ്ട്. അതുമൂലം ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന അളവിൽ മാറ്റം വരുന്നു. ഇത് നിക്ഷേപത്തിൽ മാറ്റം വരുത്തുകയും പണത്തിൻ്റെ പ്രധാനത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു.